ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ ഞാൻ വീണ്ടും വീട്ടിലേക്കൊന്ന് പോവാം കേട്ടോ. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഡ്രസ്സ് മാറ്റിയിട്ടാണ് പോയത്. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നലത്തെ ബിരിയാണിയായിരുന്നു. എന്നാലും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമില്ല, ഈ അമ്മമാരൊക്കെ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുന്നേ ഇത്രയും ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എങ്ങനെയാണ് പോണേ? എനിക്കാണ് ഈ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ സത്യം പറഞ്ഞാൽ എഴുന്നേറ്റ് അങ്ങനെ ഒരു പോക്ക കുളിച്ചിട്ട്, പിന്നെ കറക്റ്റ് സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് കിട്ടുന്നുണ്ട്, അത് നടക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ വിചാരിച്ചു. കാരണം നമ്മൾ രാത്രിയിലൊട്ടും ഉറങ്ങിയിട്ടില്ല, പിന്നെ യാത്ര ചെയ്ത് വന്നതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അങ്ങനെ ഇന്ന് സമാധാനത്തിൽ നമുക്ക് കിടക്കാൻ പറ്റും. കാര്യം ഉച്ചയ്ക്ക് ഹോസ്റ്റലാണെങ്കിൽ കറക്റ്റ് സമയത്ത് എഴുന്നേറ്റില്ല, ഫുഡും കിട്ടത്തില്ല. നമുക്ക് വേണ്ടി ഫുഡ് അവിടെ ആരും മാറ്റി വെക്കത്തുമില്ല. നമുക്ക് ചൂടാക്കിയൊന്നും കഴിക്കാൻ പറ്റില്ല. അവർ കൊണ്ടുവയ്ക്കും, എന്നാലും ചൂടാവത്തില്ല. ചിലപ്പോൾ നമ്മൾ കഴിച്ചെന്ന് വിചാരിച്ചവരത്ത് കളയും. പക്ഷെ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ ഉറങ്ങിയാലും നമ്മൾ എവിടെ പോയാലും നമ്മുടെ ഫുഡ് അവിടെ തന്നെ കാണാം. അതിൻ്റെ കാര്യത്തിൽ ടെൻഷനില്ല. അപ്പോൾ ദേ നല്ല മീൻ വറുത്തതും മോരും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി നന്നായിട്ട് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാട്ടോ. പക്ഷേ എണ്ണ അവിടെ കാണുന്നില്ല. പിന്നെ ഞാൻ ആ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്ത്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്ന കാരണം അവിടുത്തെ സാധനങ്ങളൊക്കെ എവിടെ വെച്ചിരിക്കുന്നത് ഇപ്പം എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫുഡ് കഴിച്ച പാത്രവും ബിരിയാണി വെച്ച പാത്രം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഞാൻ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അതെങ്കിലും നമ്മൾ ചെയ്യണ്ടേ. അതൊക്കെ ഞാൻ കഴുകി വെച്ചു. അപ്പോഴത്തേക്ക് അമ്മ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോഴത്തേക്കും ഉള്ളിവടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിവടയെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ നാട്ടിലെ ബോണ്ടില്ല അതാട്ടോ ഇവിടെ ഉള്ളിവട. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ അടുത്തുള്ള ഒരു ചേച്ചി ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ രാത്രിയിലത്തേക്ക് ഇന്ന് കഴിച്ചത് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.